ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് തുളസീദാസ് പരമേശ്വരൻ. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധിയുടെ അടുത്ത ഗഡുവായ 18,000 കോടി രൂപ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് വിതരണം ചെയ്യും. ഗുണം 9 കോടി കർഷക കുടുംബങ്ങൾക്ക്. പ്രതിഷേധിക്കുന്ന കർഷക സംഘടനകളെ വീണ്ടും ചർച്ചയ്ക്ക് വിളിച്ച് കേന്ദ്ര സർക്കാർ. 96ാമത് ജന്മവാർഷിക ദിനത്തിൽ മുൻ പ്രധാനമന്ത്രി അടൽ ബിഹാരി വാജ്പേയിക്ക് ശ്രദ്ധാഞ്ജലി അർപ്പിച്ച് രാഷ്ട്രം. തിരുപ്പിറവിയുടെ ഓർമ്മ പുതുക്കി ഇന്ന് ക്രിസ്മസ്. കോവിഡ് പ്രതിസന്ധിക്കിടയിലും പ്രാർത്ഥനാ നിർഭരമായ മനസ്സുമായി ലോകമെമ്പാടുമുള്ള വിശ്വാസികൾ. ഇന്ത്യ ഓസ്ട്രേലിയ 2ാം ക്രിക്കറ്റ് ടെസ്റ്റിന് നാളെ മെൽബണിൽ തുടക്കം. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധിയുടെ അടുത്ത ഗഡുവായ 18,000 കോടി രൂപ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് വിതരണം ചെയ്യും. രാജ്യത്തെ 9 കോടി കർഷക കുടുംബങ്ങൾക്ക് ഇതിന്റെ ഗുണം ലഭിക്കും. ഉച്ചയ്ക്ക് 12 മണിക്ക് വീഡിയോ കോൺഫറൻസിംഗ് വഴിയാണ് ചടങ്ങ്. കൂടുതൽ വിവരങ്ങളുമായി കൃഷ്ണ. 6 സംസ്ഥാനങ്ങളിലെ കർഷകരുമായി പ്രധാനമന്ത്രി ആശയവിനിമയം നടത്തും. പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ പദ്ധതിയുടെ അനുഭവങ്ങൾ കർഷകർ പങ്കുവയ്ക്കും. കേന്ദ്ര കൃഷിമന്ത്രി നരേന്ദ്രസിംഗ് തോമർ ചടങ്ങിൽ പങ്കെടുക്കും. പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ പദ്ധതിയിലൂടെ ചെറുകിട ഇടത്തരം കർഷകർക്ക് പ്രതിവർഷം 6,000 രൂപയുടെ സാമ്പത്തിക സഹായമാണ് ലഭ്യമാക്കുന്നത്. ഗുണഭോക്താക്കൾക്ക് 3 ഗഡുക്കളായി തുക നേരിട്ട് അവരുടെ അക്കൌണ്ടുകളിൽ ലഭിക്കും. എല്ലാ വർഷവും ഡിസംബർ 25 സദ്ഭരണ ദിനമായി ആചരിച്ചു വരികയാണെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി അധികാരത്തിലെത്തിയ ശേഷം സദ്ഭരണം പ്രോത്സാഹിപ്പിക്കാനും ജീവിത നിലവാരം മെച്ചപ്പെടുത്താനും സുതാര്യത ഉറപ്പാക്കാനും വേണ്ട നിരവധി നടപടികൾ സ്വീകരിച്ചു വരുന്നതായും കേന്ദ്ര കൃഷിമന്ത്രി പറഞ്ഞു. കേന്ദ്രം അടുത്തിടെ കൊണ്ടുവന്ന കാർഷിക നിയമങ്ങൾക്ക് പിന്തുണ പ്രഖ്യാപിച്ച 1,00,000 ഗ്രാമങ്ങളിൽ നിന്നായി 3,13,363 പേരുടെ ഒപ്പ് ശേഖരിച്ച സംഘടനകൾ ബുധനാഴ്ച താനുമായി കൂടിക്കാഴ്ച നടത്തിയതായും കൃഷിമന്ത്രി പറഞ്ഞു. ന്യൂസ് ഡെസ്ക് ആകാശവാണി. കർഷക സംഘടനകൾ ഉന്നയിച്ച പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാനും പരിഹാരം കാണാനുമായി കാർഷിക സംഘടനകളെ കേന്ദ്ര സർക്കാർ വീണ്ടും ചർച്ചയ്ക്ക് ക്ഷണിച്ചു. അടുത്ത ഘട്ട ചർച്ചയ്ക്കുള്ള തീയതിയും സമയവും തീരുമാനിക്കാൻ അറിയിച്ച് കേന്ദ്രം സംഘടനകൾക്ക് കത്തയച്ചു. തുറന്ന മനസ്സോടെ ചർച്ചകൾ നടത്താനും പ്രതിഷേധിക്കുന്ന കർഷകർ ഉന്നയിക്കുന്ന പ്രശ്നങ്ങളിൽ യുക്തിസഹജമായ പരിഹാരങ്ങളിൽ എത്തിച്ചേരാനും കേന്ദ്ര സർക്കാർ തയ്യാറാണെന്ന് കാർഷിക മന്ത്രാലയ ജോയിന്റ് സെക്രട്ടറി വിവേക് അഗർവാൾ കത്തിൽ വ്യക്തമാക്കി. അന്തരിച്ച മുൻ പ്രധാനമന്ത്രി ഭാരതരത്ന അടൽ ബിഹാരി വാജ്പേയിക്ക് രാഷ്ട്രം ഇന്ന് ശ്രദ്ധാഞ്ജലി അർപ്പിക്കുന്നു. അദ്ദേഹത്തിന്റെ 96ാമത് ജന്മവാർഷിക ദിനമാണ് ഇന്ന്. സദ്ഭരണ ദിവസമായി ഈ ദിനം ആചരിക്കുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി പാർലമെന്റിൽ നടക്കുന്ന ചടങ്ങിൽ വാജ്പേയിയുടെ ചിത്രത്തിൽ പുഷ്പാർച്ചന നടത്തും. വാജ്പേയിയെക്കുറിച്ച് ലോക്സഭാ സെക്രട്ടേറിയറ്റ് ഇറക്കുന്ന പുസ്തകം അദ്ദേഹം പ്രകാശനം ചെയ്യും. വാജ്പേയിയുടെ പാർലമെന്റ് പ്രസംഗങ്ങളും അപൂർവ ചിത്രങ്ങളും മറ്റും അടങ്ങുന്നതാണ് പുസ്തകം. മികച്ച പാർലമെന്റേറിയനായിരുന്ന വാജ്പേയി 10 തവണ ലോക്സഭയിലേക്കും 2 തവണ രാജ്യസഭയിലേക്കും തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട്. പ്രധാനമന്ത്രി എന്ന നിലയിൽ ശക്തവും ധീരവുമായ പരിഷ്കരണ നടപടികൾ അദ്ദേഹം സ്വീകരിച്ചു. മുൻ പ്രധാനമന്ത്രി അടൽ ബിഹാരി വാജ്പേയിയുടെ ജന്മവാർഷിക ദിനം ഉത്തർപ്രദേശ് സർക്കാർ സുശാസൻ ദിനം അഥവാ സദ്ഭരണ ദിവസമായി ആചരിക്കുന്നു. ദിനാചരണത്തിന്റെ ഭാഗമായി സംസ്ഥാനത്തുടനീളം കർഷക കൂട്ടായ്മകൾ സംഘടിപ്പിക്കും. വീഡിയോ കോൺഫറൻസ് വഴി പ്രധാനമന്ത്രി നരേന്ദ്രമോദി കർഷക കൂട്ടായ്മകളെ അഭിസംബോധന ചെയ്യും. ഉത്തർപ്രദേശിൽ എമ്പാടും 2,500-ലേറെ കേന്ദ്രങ്ങളിൽ പ്രധാനമന്ത്രിയുടെ അഭിസംബോധന പ്രത്യേകമായി സജ്ജീകരിച്ച LED സ്ക്രീനുകളിൽ പ്രദർശിപ്പിക്കും. മുൻ പ്രധാനമന്ത്രി അടൽ ബിഹാരി വാജ്പേയിയുടെ ഓർമ്മ പുതുക്കുന്ന സദ്ഭരണ ദിനത്തിൽ ഗുജറാത്തിൽ വിപുലമായ പരിപാടികളുമായി BJP. പ്രധാനമന്ത്രിയുടെ കിസാൻ സമ്മാൻ നിധി ധനസഹായ വിതരണ പരിപാടി ഗുജറാത്തിൽ ഉൾനാടൻ മേഖലകളിലടക്കം തത്സമയം കാണിക്കുവാനുള്ള സംവിധാനമൊരുക്കി. ജമ്മു കാശ്മീർ നിവാസികൾക്ക് ആരോഗ്യ ഇൻഷുറൻസ് പരിരക്ഷ ഉറപ്പാക്കുന്നതിനായി ആയുഷ്മാൻ ഭാരത് പദ്ധതിയുടെ ഭാഗമായുള്ള പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന സെഹാത് പദ്ധതിക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് തുടക്കം കുറിക്കും. വീഡിയോ കോൺഫറൻസിംഗ് വഴിയാകും പരിപാടി. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ, ജമ്മുകാശ്മീർ ലഫ്റ്റനന്റ് ജനറൽ മനോജ് സിൻഹ തുടങ്ങിയവരും ചടങ്ങിൽ പങ്കെടുക്കും. ജമ്മുകാശ്മീർ നിവാസികൾക്ക് ഈ പദ്ധതിയിലൂടെ സൌജന്യ ഇൻഷുറൻസ് പരിരക്ഷ ലഭ്യമാകും. ഓരോ കുടുംബത്തിനും 5 ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് പരിരക്ഷയാണ് ലഭ്യമാകുക. പുതുവർഷം മുതൽ രാജ്യത്തെ എല്ലാ വാഹനങ്ങൾക്കും ഫാസ്റ്റ് ടാഗ് നിർബന്ധമാണെന്ന് കേന്ദ്ര ഗതാഗത മന്ത്രി നിതിൻ ഗഡ്കരി. 2021 ജനുവരി 1 മുതൽ ഇത് പ്രാബല്യത്തിൽ വരുമെന്ന് അദ്ദേഹം അറിയിച്ചു. ഫാസ്റ്റ് ടാഗ് നിർബന്ധമാക്കുന്നതിലൂടെ യാത്രക്കാർക്ക് ടോൾ ബൂത്തുകളിൽ കാശടയ്ക്കാൻ സമയം ചെലവഴിക്കേണ്ടി വരില്ല. ഇതുവഴി സമയവും ഇന്ധനവും ലാഭിക്കാൻ കഴിയുമെന്നും അദ്ദേഹം പറഞ്ഞു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. കൊറോണ ആശങ്കയല്ല, ജാഗ്രതയാണ് വേണ്ടത്. കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം പുറപ്പെടുവിക്കുന്ന നിർദ്ദേശങ്ങൾ.
ജനങ്ങൾ കൂട്ടം കൂടുന്നത് ഒഴിവാക്കുക. ഇടയ്ക്കിടെ കൈകൾ സോപ്പും വെള്ളവും ഉപയോഗിച്ചോ സാനിറ്റൈസർ ഉപയോഗിച്ചോ വൃത്തിയാക്കുക. നിർബന്ധമായും മാസ്ക് ധരിക്കുക. പനിയോ ചുമയോ ശ്വാസതടസ്സമോ തുടരുന്ന സാഹചര്യത്തിൽ വൈദ്യസഹായം തേടുക. കൊറോണയെ സംബന്ധിച്ച വിവരങ്ങൾക്ക് ആരോഗ്യ മന്ത്രാലയത്തിന്റെ 1075 ദിശയുടെ 1056 ബന്ധപ്പെടാം. ക്രിസ്മസ് ആഘോഷ നിറവിൽ ലോകം. ഉണ്ണിയേശുവിന്റെ തിരുപ്പിറവിയുടെ ഓർമ്മ പുതുക്കാനാണ് ലോകമെമ്പാടുമുള്ള ക്രൈസ്തവർ ക്രിസ്മസ് ആഘോഷിക്കുന്നത്. ലോകം എന്നും പ്രത്യാശയോടെ ആഘോഷിക്കുന്ന ക്രിസ്മസിന് ഇത്തവണ പതിവ് പകിട്ടും തിരക്കുമില്ല. ഒരു റിപ്പോർട്ട്. മഹാമാരിയിൽ നിന്ന് മോചനത്തിന് പോരാടുന്ന ലോകം കോവിഡ് അടിച്ചേൽപ്പിച്ച നിയന്ത്രണങ്ങൾ പാലിച്ചാണ് തിരുപ്പിറവിയുടെ സ്മരണ പുതുക്കുന്നത്. യാത്രാവിലക്കുകളും നിയന്ത്രണങ്ങളും മൂലം പലരും ഉറ്റവരിൽ നിന്ന് അകലെയാണ് ഈ ക്രിസ്മസ് ദിനത്തിൽ. യേശു പിറന്ന ബെത്ലഹേമിലും കത്തോലിക്ക സഭയുടെ ആസ്ഥാനമായ വത്തിക്കാനിലുമെല്ലാം ആഘോഷ പരിപാടികൾ ചുരുങ്ങി. വത്തിക്കാനിൽ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ കുർബാനയും കോവിഡ് മാനദണ്ഡങ്ങൾക്ക് വിധേയമായാണ് നടക്കുന്നത്. ലോകത്തോടുള്ള ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ 8ാമത് ക്രിസ്മസ് സന്ദേശം ഇന്നുണ്ടാകും. കേരളത്തിലും ക്രൈസ്തവർ പ്രാർത്ഥനാ നിർഭരമായ മനസ്സുമായി ക്രിസ്മസ് ആഘോഷിക്കുന്നു. ശാന്തിയുടെയും സമാധാനത്തിന്റെയും സന്ദേശങ്ങൾ പങ്കുവച്ച ദേവാലയങ്ങളിൽ പാതിരാ കുർബാനയും പ്രാർത്ഥനയും നടന്നു. വിവിധ ക്രൈസ്തവ സഭാ മേലധ്യക്ഷന്മാർ ചടങ്ങുകൾക്ക് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. ക്രിസ്മസ് പുതുവത്സരാഘോഷങ്ങൾ കരുതലോടെ വേണമെന്ന് സംസ്ഥാന സർക്കാർ നിർദ്ദേശിച്ചു. കോവിഡ് മാനദണ്ഡങ്ങൾ കർശനമായി പാലിക്കണം. രോഗം പടരാത്ത വിധത്തിൽ ആൾക്കൂട്ടങ്ങൾ ഒഴിവാക്കി വേണം ആഘോഷമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ അഭ്യർത്ഥിച്ചു. മധ്യ ആഫ്രിക്കയിലെ പടിഞ്ഞാറൻ തീരരാജ്യമായ ഗബോണുമായുള്ള ഉഭയകക്ഷി ചർച്ച നടത്തി ഇന്ത്യ. ഓൺലൈനായി നടന്ന ചർച്ചയിൽ വിദേശകാര്യ സഹമന്ത്രി വി മുരളീധരനും ഗാബോൺ വിദേശകാര്യമന്ത്രി പാക്കോം മൌബെ ബൌബെയും പങ്കെടുത്തു. ഉഭയകക്ഷി ബന്ധം കൂടുതൽ ശക്തിപ്പെടുത്തുവാനുള്ള കാര്യങ്ങൾ യോഗത്തിൽ ചർച്ചയായി. പ്രകൃതി വിഭവങ്ങളാൽ സമ്പന്നമായ ഗാബോൺ ഇന്ത്യൻ കമ്പനികളെ രാജ്യത്തേക്ക് നിക്ഷേപത്തിന് ക്ഷണിച്ചു. ബ്രിട്ടൻ യൂറോപ്യൻ യൂണിയനിൽ നിന്ന് പിന്മാറിയ ബ്രെക്സിറ്റ് നടപ്പായ ശേഷം യൂറോപ്യൻ കൂട്ടായ്മയും ബ്രിട്ടനും തമ്മിൽ സ്വതന്ത്ര വ്യാപാരത്തിന് താൽക്കാലിക കരാറായി. EU വിട്ട ബ്രിട്ടന് മുൻ അംഗമെന്ന നിലയിൽ കൂട്ടായ്മയിലുള്ള അവകാശം 31-ന് അവസാനിക്കാനിരിക്കെയാണ് താൽക്കാലിക കരാറായത്. പ്രളയബാധിതമായ വിയറ്റ്നാമിൽ ദുരിതാശ്വാസ സഹായമെത്തിച്ച് ഇന്ത്യൻ നാവികസേന. ഹോച്ചോമിൻ സിറ്റിയിലെ തുറമുഖത്ത് എത്തിയ നാവികസേനയുടെ കപ്പൽ 15 ടൺ ദുരിതാശ്വാസ സാമഗ്രികൾ കൈമാറി. മണ്ഡലപൂജയ്ക്കായി ശബരിമല സന്നിധാനം ഒരുങ്ങി. നാളെ രാവിലെ 11:40-നും ഉച്ചയ്ക്ക് 12:20-നും ഇടയിലാണ് തങ്ക അങ്കി ചാർത്തിയുള്ള മണ്ഡലപൂജ നടക്കുന്നത്. അയ്യപ്പ വിഗ്രഹത്തിൽ ചാർത്താനുള്ള തങ്ക അങ്കിയും വഹിച്ചുള്ള ഘോഷയാത്ര ഇന്ന് ഉച്ചയോടെ പമ്പയിൽ എത്തിച്ചേരും. ശിവഗിരി തീർത്ഥാടനത്തിന് ഇന്ന് തുടക്കം. വെർച്വലായാണ് ഈ വർഷം തീർത്ഥാടനം നടക്കുന്നത്. ദൃശ്യമാധ്യമങ്ങളിലൂടെ 8 ഭാഷകളിലാണ് തീർത്ഥാടന സമ്മേളനം സംപ്രേഷണം ചെയ്യുക. തീർത്ഥാടന സമ്മേളനം 8 ദിവസം നീണ്ടുനിൽക്കും. ഗുരുവായൂർ ക്ഷേത്രത്തിൽ ദർശനത്തിനെത്തുന്നവർക്ക് കോവിഡ് നെഗറ്റീവ് സർട്ടിഫിക്കറ്റ് ഹാജരാക്കണമെന്ന നിർദ്ദേശം കളക്ടർ ഒഴിവാക്കി. രോഗലക്ഷണം ഉള്ളവർ മാത്രം പരിശോധന നടത്തിയാൽ മതി. ഓരോ ദിവസവും 25 വിവാഹങ്ങൾ മാത്രമേ നടത്താവൂ എന്ന നിബന്ധനയും ഒഴിവാക്കി. ഇന്ത്യ ഓസ്ട്രേലിയ 2ാം ക്രിക്കറ്റ് ടെസ്റ്റിന് നാളെ മെൽബണിൽ തുടക്കം. ഇന്ത്യയുടെ ക്യാപ്റ്റൻ വിരാട് കോഹ്ലി അവധിയിലായതിനാൽ അജിങ്ക്യ രഹാനെയാണ് ഇന്ത്യയെ നയിക്കുക. ആദ്യ ടെസ്റ്റിൽ ഓസ്ട്രേലിയയോട് തോൽവി ഏറ്റുവാങ്ങിയതിനാൽ ഈ മത്സരം ഇന്ത്യയുടെ അഭിമാന പോരാട്ടമാണ്. ബാറ്റിംഗിലെയും ഫീൽഡിംഗിലെയും പാളിച്ചകൾ പരിഹരിച്ചാകും ഇന്ത്യ മത്സരത്തിനിറങ്ങുക. കൊറോണ മഹാമാരിയുടെ പശ്ചാത്തലത്തിൽ അടുത്ത വർഷം നടത്താനിരുന്ന അണ്ടർ 17, അണ്ടർ 20 ഫിഫ ലോകകപ്പ് മത്സരങ്ങൾ റദ്ദാക്കി. മത്സരങ്ങൾ 2023-ൽ നടക്കും. ISL ഫുട്ബോളിൽ നാളെ നടക്കുന്ന മത്സരത്തിൽ ചെന്നൈയിൻ FC ഈസ്റ്റ് ബംഗാളിനെ നേരിടും. ഇന്ന് മത്സരം ഇല്ല. രാജ്യത്ത് കോവിഡ് ചികിത്സയിൽ കഴിയുന്നത് ആകെ രോഗബാധിതരുടെ 2.80% പേർ. 29,791 പേർ ഇന്നലെ രോഗമുക്തരായി. 95.75% രോഗമുക്തി നിരക്ക്. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധിയുടെ അടുത്ത ഗഡുവായ 18,000 കോടി രൂപ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് വിതരണം ചെയ്യും. ഗുണം 9 കോടി കർഷക കുടുംബങ്ങൾക്ക്. പ്രതിഷേധിക്കുന്ന കർഷക സംഘടനകളെ വീണ്ടും ചർച്ചയ്ക്ക് വിളിച്ച് കേന്ദ്ര സർക്കാർ. 96ാമത് ജന്മവാർഷിക ദിനത്തിൽ മുൻ പ്രധാനമന്ത്രി അടൽ ബിഹാരി വാജ്പേയിക്ക് ശ്രദ്ധാഞ്ജലി അർപ്പിച്ച് രാഷ്ട്രം. തിരുപ്പിറവിയുടെ ഓർമ്മ പുതുക്കി ഇന്ന് ക്രിസ്മസ്. കോവിഡ് പ്രതിസന്ധിക്കിടയിലും പ്രാർത്ഥനാ നിർഭരമായ മനസ്സുമായി ലോകമെമ്പാടുമുള്ള വിശ്വാസികൾ. ഇന്ത്യ ഓസ്ട്രേലിയ 2ാം ക്രിക്കറ്റ് ടെസ്റ്റിന് നാളെ മെൽബണിൽ തുടക്കം. വാർത്തകൾ കഴിഞ്ഞു. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. കൂടുതൽ വാർത്തകൾക്കായി @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന ഫേസ്ബുക്ക് പേജും @AER_News_TVM എന്ന ട്വിറ്റർ ഹാൻഡിലും സന്ദർശിക്കുക. അടുത്ത വാർത്താ പ്രക്ഷേപണം 10:15-ന്.